ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽ ബിദാറു ഉളരി പ്രവർത്തിക്കൽ, പെട്ടെന്ന് നിർവഹിക്കുക. ബിൽ ഫായിത്തി നഷ്ടപ്പെട്ട നിസ്കാരം കൊണ്ട്. നമ്മളിപ്പോൾ നിസ്കാരത്തിന്റെ ഭാഗമായതുകൊണ്ട് നഷ്ടപ്പെട്ടതുകൊണ്ട് എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ട നിസ്കാരം. നഷ്ടപ്പെട്ടുപോയ നിസ്കാരം ഉടൻ പ്രവർത്തിക്കുക. യുബാദിറു പെട്ടെന്ന് നിർവഹിക്കണം. ബിൽ ഫായിത്തി നഷ്ടപ്പെട്ട നിസ്കാരത്തിനെ പെട്ടെന്ന് നിർവഹിക്കണം, വളരെ പെട്ടെന്ന്. വയുഖദ്ദിമുഹു അവൻ മുന്തിക്കുകയും വേണം. യുഖദ്ദിമു അവൻ മുന്തിക്കണം. ഹു നഷ്ടപ്പെട്ട നിസ്കാരത്തിനെ അലൽ ഹാദിറത്തി ഹാദിറായതിനേക്കാൾ മുന്തിക്കണം. പ്രസന്റ് ഉള്ള നിസ്കാരം. ഇപ്പൊ നമ്മൾ അസറിന്റെ സമയമാണ് ഇവിടെ. ലുഹുർ അവന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ലുഹുർ ആദ്യം നിസ്കരിക്കണം. എന്തിനേക്കാൾ? അസറിനേക്കാൾ മുൻപ് ഏത് നിസ്കരിക്കണം? ലുഹുർ നിസ്കരിക്കണം. വയുഅഖിറു അവൻ പിന്തിപ്പിക്കണം. റവാത്തിബ റവാത്തിബ് നിസ്കാരങ്ങളെ പിന്തിപ്പിക്കണം. അൻഹു എന്തിനേക്കാൾ? ഈ ഖളാ വീട്ടുന്ന നിസ്കാരത്തിനേക്കാൾ പിന്തിപ്പിക്കണം. ഒരാൾക്ക് റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങളുണ്ട്. എന്നാൽ ആ നിസ്കാരത്തിനും മുമ്പ് എന്ത് ചെയ്യണം? ഈ ഫർള് നിസ്കാരം, നഷ്ടപ്പെട്ടു പോയ നിസ്കാരം ആദ്യം ചെയ്യണം, മുന്തിക്കണം. അപ്പൊ റവാത്തിബിനെ പിന്തിപ്പിക്കണം. നദ്ബൻ സുന്നത്തായിട്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ റവാത്തിബിനെ പിന്തിപ്പിക്കൽ സുന്നത്താണ്. എപ്പോ? ഇൻ ഫാത്ത ബിഉദ്രിൻ കാരണത്തോടുകൂടി നഷ്ടപ്പെട്ട നിസ്കാരമാണെങ്കിൽ. കാരണത്തോടുകൂടെ നഷ്ടപ്പെട്ട നിസ്കാരമാണെങ്കിൽ റവാത്തിബ് നിസ്കാരം നിസ്കരിക്കുന്നതിനേക്കാൾ മുൻപ് ഈ പറയപ്പെട്ട നഷ്ടപ്പെട്ട നിസ്കാരം റവാത്തിബിനെ പിന്തിപ്പിക്കൽ, ഇതാദ്യം ചെയ്യൽ സുന്നത്താണ്. മനസ്സിലായോ? കാരണം അത് മറ്റേത് കാരണത്തോടുകൂടെ നഷ്ടപ്പെട്ട നിസ്കാരമാണല്ലോ. അപ്പോൾ അതിന് ഒരു കുറച്ച് അള്ളാഹു പരിഗണിക്കും. കാരണം ഉണ്ടല്ലോ. അല്ലാതെ അവന് മനഃപൂർവ്വം നിസ്സാരമായി എന്തായതല്ല, ഒഴിവാക്കിയതല്ല. കാരണത്തോടുകൂടെ നഷ്ടപ്പെട്ട നിസ്കാരം. ആ നിസ്കാരത്തിനെ സുന്നത്ത്, റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങൾക്ക് മുൻപ് നിർവഹിക്കൽ എന്താണ്? സുന്നത്താണ്. അപ്പോൾ വുജൂബൻ നിർബന്ധമായും പിന്തിപ്പിക്കണം റവാത്തിബ് നിസ്കാരങ്ങളെ. വുജൂബൻ നിർബന്ധമായും പിന്തിപ്പിക്കണം. ഇൻ ഫാത്ത ബിഗൈരി ഉദ്രിൻ കാരണം കൂടാതെ നഷ്ടപ്പെട്ട നിസ്കാരമാണെങ്കിൽ. ഒരു കാരണവുമില്ലാതെ ലുഹുർ നഷ്ടപ്പെട്ടു, അവന് വെറുതെ നിന്ന് ലുഹുർ ഖളാ ആക്കി. എന്നാൽ റവാത്തിബ് സുന്നത്ത് നിസ്കാരം നിസ്കരിക്കുന്നതിനേക്കാളും മുൻപ് ഈ നഷ്ടപ്പെട്ട നിസ്കാരം നിർവഹിക്കൽ നിർബന്ധമായും ചെയ്യേണ്ടതാണ്. മറ്റോടത്ത് കാരണത്തോടു കൂടിയാണെങ്കിൽ റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങൾ നിസ്കരിക്കുന്നതിനേക്കാൾ മുൻപ് നഷ്ടപ്പെട്ട ഫർള് നിസ്കരിക്കൽ സുന്നത്താണ്. നഷ്ടപ്പെട്ടത് എന്തായാലും ഖളാ കിട്ടണം. പിന്തിപ്പിക്കൽ റവാത്തിബിനെ പിന്തിപ്പിച്ച് നഷ്ടപ്പെട്ട നിസ്കാരം നിർവഹിക്കൽ സുന്നത്താണ്. ഇനിയോ റവാത്തിബിനെ പിന്തിപ്പിച്ച് നഷ്ടപ്പെട്ട നിസ്കാരം നിർവഹിക്കൽ നിർബന്ധമാണ്. എപ്പോൾ? ആ നഷ്ടപ്പെട്ട നിസ്കാരം കാരണമില്ലാതെ അകാരണമായി നഷ്ടപ്പെട്ടതാണ്. ക്ലിയർ അല്ലേ? ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് നഷ്ടപ്പെട്ട നിസ്കാരങ്ങൾ അത് ഉടൻ തന്നെ നിർവഹിക്കണം. അതിലൊരു അപ്പീലുമില്ല. എന്നാൽ ഹാളിറായ നിസ്കാരത്തിനേക്കാളും നഷ്ടപ്പെട്ടു പോയ നിസ്കാരം ആദ്യം നിർവഹിക്കണം, മുന്തിക്കണം.
റവാത്തിബ് നിസ്കാരങ്ങൾക്ക് മുൻപ് നിർബന്ധമായും നഷ്ടപ്പെട്ട നിസ്കാരങ്ങൾ നിർവഹിക്കണം. റവാത്തിബ് നിസ്കാരം സുന്നത്താണ്. അതിനേക്കാൾ മുൻപ് എന്ത് ചെയ്യണം? നഷ്ടപ്പെട്ടു പോയ നിസ്കാരം നിർവഹിക്കണം. അത് സുന്നത്തുമുണ്ട്, നിർബന്ധമുണ്ട്. കാരണത്തോടു കൂടിയാണ് നഷ്ടപ്പെട്ടത് എങ്കിൽ റവാത്തിബിനെ പിന്തിപ്പിക്കൽ സുന്നത്താണ്. കാരണമില്ലാതെയാണ് നഷ്ടപ്പെട്ടത് എങ്കിൽ റവാത്തിബിനെ പിന്തിപ്പിക്കൽ നിർബന്ധമാണ്. ഓക്കെ അല്ലേ? ഇനി മൻ, അപ്പോൾ ഒരാൾ, ഫാത്തത്തുഹു, അവന് നഷ്ടപ്പെട്ടാൽ, മക്തൂബാത്തുൻ, ഫർള് നിസ്കാരങ്ങൾ നഷ്ടപ്പെട്ടു. ഫർള് നിസ്കാരങ്ങൾ നഷ്ടപ്പെട്ടു. ബിഗൈരി ഉദ്രിൻ, ഒരു കാരണവുമില്ലാതെ. ഒരു കാരണവുമില്ല, ഫർള് നിസ്കാരങ്ങൾ, ചില ഫർള് നിസ്കാരങ്ങൾ നഷ്ടപ്പെട്ടു. എന്നാൽ യൽസമുഹു, അവന് നിർബന്ധമാണ്, സ്വർഫു, ഉപയോഗിക്കൽ, ജമീഇ സമനിഹി, അവൻ്റെ മുഴുവൻ സമയവും ഉപയോഗിക്കൽ നിർബന്ധമാണ്, ലിൽ ഖലാഇ, ഖലാ വീട്ടുന്നതിന് വേണ്ടി. അകാരണമായി ഒരുപാട് നിസ്കാരങ്ങൾ നഷ്ടപ്പെട്ടു പോയ ഒരു വ്യക്തിക്ക് അവൻ്റെ മുഴുവൻ സമയവും നിസ്കരിക്കുന്നതിന് വേണ്ടി ചെലവഴിക്കൽ നിർബന്ധമാണ്. ഏതൊഴികെ? ഇല്ലാമ, ഒരു സമയം ഒഴികെ. യുൽത്തറു ഇലൈഹി, ആ സമയത്തിലേക്ക് അവൻ നിർബന്ധിപ്പിക്കപ്പെട്ടവനാണ്. നിർബന്ധമായും ഒഴിച്ചുകൂടാതെ അവന് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്, ആ സമയം ഒഴികെ. ലിനഹ്വി നൗമിൻ, ഉറക്കം പോലോത്തതിന് വേണ്ടി. ഔ കസ്ബി മുഅ്നത്തിൻ, അല്ലെങ്കിൽ ചെലവ് സമ്പാദിക്കാൻ വേണ്ടി, ചെലവ് കണ്ടെത്താൻ വേണ്ടി. കുടുംബമുണ്ട്, അവന് ഭക്ഷണം കഴിക്കണമല്ലോ. കുടുംബത്തിന്, ഭാര്യയ്ക്കും മക്കൾക്കും ചെലവിന് കൊടുക്കണം. അല്ലെങ്കിൽ അവന് അത്യാവശ്യം അവൻ എന്ത് ചെയ്യണം? ഉറങ്ങണം, അല്ലെങ്കിൽ ചെലവ് കണ്ടെത്തണം. ഇതിനൊക്കെ അവന് പോണം, ജോലി ചെയ്യണം. ആ സമയം ഒഴികെ അത്യാവശ്യം ഉറങ്ങിയാലേ എന്താവുള്ളൂ? ഒരു ദിവസം ഒരു 5-6 മണിക്കൂർ ഉറങ്ങിയാൽ മാത്രമേ അവന് പിന്നെ ഉന്മേഷത്തോടു കൂടെ അടുത്ത നിസ്കാരം ഖളാ കൂട്ടാൻ സമയം കഴിയുള്ളൂ. അപ്പോൾ തീരെ ഉറങ്ങരുത്, ജോലിക്കൊന്നും പോകരുത് എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. അത്യാവശ്യം ചെലവിന് വേണ്ട, അത്യാവശ്യം ഉറക്ക് പോലത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിർബന്ധിപ്പിക്കപ്പെടുന്ന സമയങ്ങൾ ഒഴികെ ബാക്കിയുള്ള മുഴുവൻ സമയവും അവൻ ഖളാ വീട്ടുന്നതിന് വേണ്ടി ചെലവഴിക്കൽ നിർബന്ധമാണ്. ഓക്കെ ആണോ? ക്ലിയർ അല്ലേ? കസ്ബ് എന്ന് പറഞ്ഞാല് ജോലി ചെയ്യുക. മുഅ്നത്തിൻ, ചെലവ് കണ്ടെത്തുന്നതിന് വേണ്ടി ജോലി ചെയ്യും. മുഅ്നത്ത് പറഞ്ഞ ചെലവ്. വയുന്തബു, സുന്നത്താണ്, തർത്തീബുൽ ഫവായിത്തി, നഷ്ടപ്പെട്ട നിസ്കാരങ്ങളെ ക്രമത്തിലാക്കൽ സുന്നത്താണ്. നഷ്ടപ്പെട്ടു പോയ നിസ്കാരങ്ങളെ ക്രമപ്രകാരം ചെയ്യൽ സുന്നത്താണ്. വലാക്കിൻ, എങ്കിലും, യജിബു, നിർബന്ധമാണ്, തഖ്ദീമു മാ ഫാത്ത, നഷ്ടപ്പെട്ടു പോയ നിസ്കാരത്തിനെ മുന്തിക്കൽ, മിൻഹ, കുറേ നഷ്ടപ്പെട്ട നിസ്കാരങ്ങളുണ്ടല്ലോ, ആ നഷ്ടപ്പെട്ട നിസ്കാരങ്ങളിൽ നിന്നും ബിഗൈരി ഉദ്രിൻ, കാരണമില്ലാതെ നഷ്ടപ്പെട്ട നിസ്കാരത്തിനെ മുന്തിക്കൽ നിർബന്ധമാണ്. എന്തിനേക്കാൾ? അലാമ ഫാത്ത ബി ഉദ്രിൻ, കാരണത്തോടുകൂടി നഷ്ടപ്പെട്ട നിസ്കാരത്തിനേക്കാൾ. കാരണത്തോടുകൂടി നഷ്ടപ്പെട്ട നിസ്കാരവും അവനുണ്ട്, ഒരു കാരണവുമില്ലാതെ നഷ്ടപ്പെട്ട നിസ്കാരങ്ങളും ഉണ്ട്. എന്നാൽ ഒരു കാരണവുമില്ലാതെ നഷ്ടപ്പെട്ട നിസ്കാരത്തിനെ കാരണത്തോടുകൂടി നഷ്ടപ്പെട്ട നിസ്കാരത്തിനേക്കാൾ മുൻപ് നിർവഹിക്കൽ നിർബന്ധമാണ്. വഇൻ ഫുഖിദ തർത്തീബു, തർത്തീബ് നഷ്ടപ്പെട്ടാലും ശരി. തർത്തീബ് ഉണ്ടാവില്ല. അപ്പോൾ ഒരാൾക്ക് അസർ ഒരു കാരണമില്ലാതെ നഷ്ടപ്പെട്ടു,
ലുഹർ കാരണത്തോടു കൂടി നഷ്ടപ്പെട്ടു. എന്നാൽ അവിടെ അസറാണ് ആദ്യം നിസ്കരിക്കേണ്ടത്, തർത്തീബ് നോക്കേണ്ടതില്ല. മനസ്സിലായോ? വിഷയം മനസ്സിലായോ? അപ്പോൾ യജിബു, നമ്മളിപ്പോൾ തർത്തീബ് സുന്നത്താണ് എന്ന് പറഞ്ഞു, നഷ്ടപ്പെട്ട നിസ്കാരങ്ങളെ തർത്തീബായി നിർവഹിക്കൽ സുന്നത്താണ് എന്ന് പറഞ്ഞു. വലാകിനെങ്കിലും യജിബു നിർബന്ധമാണ്, തഖ്ദീമു മാ ഫാത്ത നഷ്ടപ്പെട്ടതിനെ മുന്തിക്കൽ, നഷ്ടപ്പെട്ടതിനെ മുന്തിക്കൽ നിർബന്ധമാണ്. മിൻഹ ആ നിസ്കാരങ്ങളിൽ നിന്ന്, നഷ്ടപ്പെട്ടു പോയ നിസ്കാരങ്ങളെ മുന്തിക്കൽ നിർബന്ധമാണ്. ബി ഗൈരി ഉദ്രിൻ കാരണമില്ലാതെ നഷ്ടപ്പെട്ടു പോയ നിസ്കാരത്തിനെ മുന്തിക്കൽ നിർബന്ധമാണ്. അനാമാ ഫാത്ത ബി ഉദ്രിൻ കാരണത്തോടുകൂടി നഷ്ടപ്പെട്ടു പോയ നിസ്കാരത്തിനേക്കാൾ. ഓക്കെ അല്ലേ? വൈൻ ഫുഖിദ തർത്തീബു തർത്തീബ് ഇല്ലാതെയായാലും ശരി, തർത്തീബ് ഇല്ലാതെയാക്കപ്പെട്ടാലും ശരി. അപ്പോൾ ഫ നദ്ബു തർത്തീബി തർത്തീബ് സുന്നത്താണ് എന്ന് പറഞ്ഞത് ഇദാ ഫാത്തത്തു കുല്ലുഹ എല്ലാം നഷ്ടപ്പെട്ടാലാണ്, ബി ഉദ്രിൻ കാരണത്തോടു കൂടി, ഔ ബി ഗൈരി ഉദ്രിൻ അല്ലെങ്കിൽ കാരണമില്ലാതെ. എല്ലാ നിസ്കാരവും കാരണത്തോടു കൂടി നഷ്ടപ്പെട്ടതാണ് എന്നാൽ തർത്തീബ് സുന്നത്താണ്, അല്ലെങ്കിൽ എല്ലാ നിസ്കാരവും കാരണമില്ലാതെ നഷ്ടപ്പെട്ടതാണ് എന്നാലും തർത്തീബ് സുന്നത്താണ് എന്നേ പറയാൻ പറ്റൂ. രണ്ടും പാടുണ്ടെങ്കിൽ പിന്നെ അവിടെ തർത്തീബിന് ഇല്ലെങ്കിൽ തർത്തീബ് ഉണ്ടാവില്ല. രണ്ട് നിസ്കാരം കൂടി, രണ്ട് ഐറ്റം നിസ്കാരം കൂടി ഉണ്ടെങ്കിൽ അവിടെ എന്തില്ല, തർത്തീബ് പാലിക്കൽ സുന്നത്ത്. അപ്പൊ തർത്തീബ് സുന്നത്താണ് എന്ന് പറഞ്ഞത് എല്ലാ നിസ്കാരവും കാരണത്തോടുകൂടി നഷ്ടപ്പെട്ടത് ആവുമ്പോഴാണ്, അല്ലെങ്കിൽ എല്ലാ നിസ്കാരങ്ങളും കാരണമില്ലാതെ നഷ്ടപ്പെടും, അപ്പോഴല്ലേ തർത്തീബിന് പ്രസക്തിയുള്ളൂ. മറ്റേത് പറഞ്ഞാൽ തർത്തീബ് ഇല്ലെങ്കിൽ നമ്മൾ എന്താ പറഞ്ഞേ, കാരണമില്ലാതെ നഷ്ടപ്പെട്ട നിസ്കാരം കാരണത്തോടു കൂടി നഷ്ടപ്പെട്ട നിസ്കാരത്തിനേക്കാൾ ആദ്യം നിർവഹിക്കൽ നിർബന്ധമാണല്ലോ. അവിടെ തർത്തീബിൻ്റെ അകത്തില്ല. ക്ലിയർ അല്ലേ? എവിടെ വായിക്ക്. ഹാളിറത്തായ നിസ്കാരത്തിനേക്കാൾ അവൻ നഷ്ടപ്പെട്ട നിസ്കാരത്തിനെ മുന്തിക്കണം. ഓക്കെ. അതായത് ഇപ്പോൾ ലുഹുർ അസർ ബാങ്ക് വിളിച്ച് ലുഹുർ നിസ്കാരം ഖള ആയിരുന്നു. അപ്പോൾ പിന്നെ അസർ നിസ്കരിക്കാൻ ഇനിയും സമയമുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ ആദ്യം ലുഹുർ നിസ്കരിച്ചിട്ട് അസർ നിസ്കരിക്കണം. എന്നാൽ നമ്മൾ ലുഹുർ എന്ത് ചെയ്തു, നിസ്കരിക്കാൻ നിന്നാൽ ഈ അസർ നിസ്കാരം എന്തായി പോവും, ഖള ആയി പോകും. എങ്കിൽ അസർ നിസ്കാരം ആദ്യം നിർവഹിക്കുക, ലുഹുർ എന്ത് ചെയ്യുക, പിന്നീട് നിസ്കരിക്കുക. മനസ്സിലായോ? അതന്നല്ലേ ചോദിച്ചേ? ഇനി നോക്കണേ. അസ്വബിയു വസ്വലാത്തു കുട്ടിയും നിസ്കാരവും. കുട്ടിയും നിസ്കാരം. യുഅ്മറു കൽപ്പിക്കപ്പെടണം, അസ്വബിയു കുട്ടി, അൽ മുമയ്യിസു വകതിരിവെത്തിയ കുട്ടി കൽപ്പിക്കപ്പെടണം, ബിസ്വലാത്തി നിസ്കാരം കൊണ്ട് കൽപ്പിക്കപ്പെടണം, ബഅദ സബ്ഇൻ 7 വയസ്സ് പൂർത്തിയായതിനു ശേഷം. 7 വയസ്സ് പൂർത്തിയായതിനു ശേഷം വകതിരിവെത്തിയ കുട്ടിയോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം. വയുളറബു അവൻ അടി കിട്ടപ്പെടുകയും ചെയ്യണം, അവൻ അടി നൽകപ്പെടണം.
മുമയ്യിസായ കുട്ടി അടി നൽകപ്പെട്ടതും അലൈഹ നിസ്കാരത്തിൻ്റെ പേരിൽ എന്ന് പറഞ്ഞാൽ നിസ്കാരം നിർവഹിക്കാത്തതിൻ്റെ പേരിൽ ബഅദ അശ്രിൻ 10 വയസ്സ് പൂർത്തിയായതിനു ശേഷം 10 വയസ്സ് പൂർത്തിയായതിനു ശേഷവും നിസ്കാരം നിർവഹിക്കുന്നില്ല എന്നതിൻ്റെ പേരിൽ അവൻ അടിക്കപ്പെടും. എന്താണ് അതിന് തെളിവ്? ലിമാ റവ അബൂദാവൂദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് അബൂദാവൂദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഒരു ഹദീസ് ഉണ്ടായതിനു വേണ്ടി അതിന് തെളിവ് പറയണം. മുറു നിങ്ങൾ കൽപ്പിക്കണം, അസ്വബിയ കുട്ടിയോട് നിങ്ങൾ കൽപ്പിക്കണം, ബിസ്വലാത്തി നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം, ഇദാ ബലഗ സബ്അ സിനീന 7 വയസ്സ് പൂർത്തിയായി കഴിഞ്ഞാൽ, വഇദാ ബലഗ അശ്റ സിനീന 10 വയസ്സ് പൂർത്തിയായി കഴിഞ്ഞാലോ ഫളുരിബൂഹു അലൈഹ നിസ്കാരം നിർവഹിക്കാത്തതിൻ്റെ പേരിൽ ആ കുട്ടിയെ നിങ്ങൾ അടിക്കുകയും വേണം. ഓക്കെയാണോ? 10 വയസ്സ് പൂർത്തിയായിട്ടില്ലെങ്കിൽ അതെ, മുറു നിങ്ങൾ കൽപ്പിക്കണം, അസ്വബിയ കുട്ടിയോട്, ബിസ്വലാത്തി നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം, ഇദാ ബലഗ സബ്അ സിനീന 7 വയസ്സ് പൂർത്തിയായി കഴിഞ്ഞാൽ, 7 വയസ്സ് പൂർത്തിയായി കഴിഞ്ഞാൽ നിസ്കാരം കൊണ്ട് നിങ്ങൾ ആ കുട്ടിയോട് കൽപ്പിക്കണം. ഇദാ ബലഗ അശ്റ സിനീന അങ്ങനെ 10 വയസ്സ് പൂർത്തിയായാൽ ഫളുരിബൂ നിങ്ങൾ അടിക്കണം, ഹു ആ കുട്ടിയെ, അലൈഹ നിസ്കാരം നിർവഹിക്കാത്തതിൻ്റെ പേരിൽ അടിക്കണം. യജിബു നിർബന്ധമാണ്, ദാലിക അത്, അലൽ ആബായി ഉപ്പമാരുടെ മേലും, മൽ ഉമ്മഹാത്തി ഉമ്മമാരുടെ മേലുമാണ് നിർബന്ധം. ഉപ്പ ഉമ്മ ഇവർക്ക് നിർബന്ധം. സുമ്മൽ അജ്ദാദി പിന്നെ ആർക്കാണ്? വല്യുപ്പമാരുടെ മേലാണ് നിർബന്ധം. വൽ ജദ്ദാത്ത് വല്യുമ്മമാരുടെ മേലാണ് നിർബന്ധം. പാപ്പയില്ല അമ്മയില്ല എന്നാൽ പിന്നെ വല്യുപ്പയും വല്യുമ്മയുമാണത് ശ്രദ്ധിക്കേണ്ടത്. സുമ്മൽ ഔസിയായി വല്യേപ്പ, ജദ്ദാത്ത് എന്ന് പറഞ്ഞാൽ വല്യുമ്മ, ഉപ്പാന്റെ ഉപ്പ, ഉപ്പാന്റെ ഉമ്മ, ഉമ്മാന്റെ ഉപ്പ, ഉമ്മാന്റെ ഉമ്മ അവരൊക്കെ വരും. ജദ് എന്ന് പറയില്ല നമ്മള്, ജദ്ദുൻ എന്ന് പറഞ്ഞാൽ വല്യേപ്പ. ജദ് എന്നുള്ളതിന്റെ ബഹുവചനമാണ് അജ്ദാദ്. ജദ്ദത്തു എന്നുള്ളതിന്റെ ബഹുവചനമാണ് ജദ്ദാത്ത്. സുമ്മൽ ഔസിയായി പിന്നെ സംരക്ഷണം ഏറ്റെടുത്ത ആളുകൾ. അപ്പോൾ ഒരു കുട്ടിയെ ഒരു ആളെ ഏൽപ്പിച്ചിരിക്കുകയാണ്, പൈസ കൊടുത്തിട്ട് സംരക്ഷിക്കാൻ, ഫീസ് കൊടുത്തിട്ട് നോക്കാൻ വേണ്ടി ഒരു സ്ഥാപനത്തെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഒരു കുട്ടിയെ ഒരു യതീംഖാനയിലോ അല്ലെങ്കിൽ ഒരു ബോർഡിംഗ് സ്കൂളിലോ ചേർത്തിക്കുകയാണ്. അപ്പോൾ അവിടെ ഈ കുട്ടിയെ നോക്കാൻ വേണ്ടിയുള്ള ആളുണ്ടാവുമല്ലോ, അയാൾക്കും നിർബന്ധം. ഓക്കെ, എന്താ പറയാ, സംരക്ഷകർ, ഗാർഡിയൻസ് എന്ന് പറയാം, രക്ഷിതാക്കൾ. ക്ലിയർ അല്ലേ? വകദാ ഇപ്രകാരം തന്നെ യജിബു അലൈഹിം അവരുടെ മേൽ നിർബന്ധമാണ്, അയ്യുഅല്ലിമൂഹു ആ കുട്ടിയെ പഠിപ്പിക്കൽ, ജമീഅ ശറാഇഇൽ ളാഹിറതി എല്ലാ പ്രകടമായ മതനിയമങ്ങളെയും, എല്ലാ പരസ്യമായ മത നിയമങ്ങളെയും പഠിപ്പിക്കൽ നിർബന്ധമാണ്. മദ്രസയിൽ വിടല്, ഇനി അതിൽ മദ്രസ അല്ല ഏതെങ്കിലും ഒരു ആളെ ഏൽപ്പിച്ച് ട്യൂഷൻ കൊടുക്കൽ, അല്ലെങ്കിൽ ദർസിലേക്ക് വിടൽ, ഇതൊക്കെ മാതാപിതാക്കൾക്ക് നിർബന്ധമാണ്.
അതുപോലെ അമ്രുഹു ബിൽ മഅറൂഫി, നന്മ കൊണ്ട് കൽപ്പിക്കലും, അമ്രുഹു അവനെ കൽപ്പിക്കലും, അവനോട് കൽപ്പന ചെയ്യലും, ബിൽ മഅറൂഫി നന്മ കൊണ്ട്, വനഹിയുഹു അവനെ തടയലും, അനിൽ മുൻകരി തിന്മയെ തൊട്ട് തടയലും നന്മ കൊണ്ട് അവനോട് കൽപ്പിക്കലും നിർബന്ധമാണ്. വലർബുഹു അലാ ദാലിക, അതിൻ്റെ മേൽ അടിക്കലും നിർബന്ധമാണ്. നല്ല കാര്യം പറഞ്ഞു കൊടുത്തോ ചെയ്തില്ല, അടിക്കൽ നിർബന്ധം. ഹത്തായ ബലുക, അവൻ പ്രായപൂർത്തി എത്തുന്നത് വരെ, റഷീദൻ തൻ്റെ ഇടത്തോടുകൂടി, പക്വതയോടുകൂടി പ്രായപൂർത്തി എത്തുന്നത് വരെ ഈ പറഞ്ഞ കാര്യം നിർബന്ധമാണ്. ആ തൻ്റെ ഇടമുള്ളവനാണ് റഷീദ്. അത് റഷീദ എന്ന് പറഞ്ഞാൽ താഴുണ്ടാവും. റഷീദ് എന്ന് പറഞ്ഞാൽ അതിനെ പെണ്ണ് നടത്തപ്പോ താവ് വരുമ്പോ പിന്നെ പെണ്ണാണല്ലോ. അപ്പൊ നമ്മള് സാലിം എന്ന് പറയും, സാലിമ, സാലിമ എന്ന് പെണ്ണിന്റെ പേരല്ലേ. സാലിം എന്ന് പറഞ്ഞ ആണിന്റെ പേര്, സാലിമത്ത്, അവിടെ താഴുണ്ടാവും. അതേപോലെ റഷീദ എന്ന് പറയുമ്പോൾ ഒരു താഴുണ്ടാവും. ഇത് റഷീദ എന്നുള്ളത് താ അല്ലത്, അത് നസ്ബിന്റെ ഒരു അവസരത്തിൽ റഷീദൻ എന്ന് പറഞ്ഞതാണ്. അപ്പൊ പക്വതയോടുകൂടെ പ്രായപൂർത്തി എത്തുന്നത് വരെ ഈ കാര്യം ചെയ്യണം. 15 വയസ്സായിക്കണു എന്നാ തല്ലണ്ടെന്നല്ല, പക്വത അവൻ എത്തുന്നത് വരെ. ചിലപ്പോൾ പക്വത എത്ര ചിലപ്പോൾ 16, 17, 18 ആവേണ്ടി വരും. കൊടുക്കുക തന്നെ പറഞ്ഞത് കേട്ടില്ലെങ്കിൽ. അതാണ് നമ്മള് ഉത്തരവാദികളാവും. പിന്നെ രക്ഷിതാക്കള് സ്വർഗത്തില് നരകത്തില് മക്കള് കിടക്കുമ്പോ മക്കള് കുറെ അള്ളാരോട് പറയുന്ന, എന്നെ എൻ്റെ മാതാപിതാക്കൾ പറഞ്ഞ് ശരിയാക്കിയില്ല, അതുകൊണ്ട് ഓലയും കൂടി ഇങ്ങോട്ട് കൊണ്ടുപോവാ, ഓലെ ഞാൻ നരകത്തിൽ ചവിട്ടി ഇടത്തേന്ന് പറയുന്ന. അതായത് നമ്മളവർക്ക് ചോദിക്കുമ്പോൾ വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുത്ത, എല്ലാത്തിനും ഓലോടെ കൂട്ടു നിന്ന, ഫോണ് പറയുമ്പോൾ ഫോണ്, വാച്ച് പറയുമ്പോൾ വാച്ച്, ബുക്ക് പറയുമ്പോൾ ബുക്ക്, ടൈം ടേബിളിന് ഫീസ് ഒക്കെ വാങ്ങി കൊടുത്ത കുട്ടികൾ പറയാൻ കാരണം. അപ്പൊ കുട്ടികൾ എന്ന് പറഞ്ഞാൽ കുട്ടികളെ സ്നേഹമുള്ള രക്ഷിതാക്കൾ ചെയ്യേണ്ടത് ഇതാണ്. നമ്മളിപ്പോ ഈ ദുനിയാവിൽ ഇപ്പൊ എത്ര കാലം ഉണ്ടാവും? അപ്പൊ നമ്മൾ അവരെ ആഖിറം വിജയിപ്പിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യണം. ഉജ്റത്തു തഅലീമിഹി, അവനെ പഠിപ്പിക്കുന്നതിന്റെ ചെലവ്, ഫീസ്, അവനെ പഠിപ്പിക്കുന്നതിന്റെ ഫീസ്, ഫീ മാലിഹി, അവന്റെ മുതലിൽ നിന്നാണ്, അവന്റെ സമ്പത്ത്. കുട്ടിക്ക് മുതലുണ്ട്, അവന് കുട്ടിയുടെ മുതലിൽ നിന്ന് എടുക്കണം. സുമ്മഅല അബീഹി, പിന്നെ കുട്ടിയുടെ ഉപ്പാന്റെ മേൽ. കുട്ടിക്ക് മുതലൊന്നുമില്ല, അവന് കുട്ടിയെ പഠിപ്പിക്കാനുള്ള ചെലവ് ആരാ കൊടുക്കണ്ടേ? വാപ്പയാണ്. സുമ്മഅല ഉമ്മിഹി, വാപ്പാക്ക് ഒന്നുമില്ല, പാവാണ്, വാപ്പാനത്ത് ഒന്നുമില്ല, എന്നാ പിന്നെ ഉമ്മയാണ് കൊടുക്കുന്നത്. മനസ്സിലായില്ലേ? നേരത്തെ പറഞ്ഞ പോലെ വല്യപ്പ വല്യപ്പൊക്കെ കൊടുക്കണം. പിന്നെ പൊതു ഫണ്ട് ഉപയോഗപ്പെടുത്തണം. പൊതു ഫണ്ടുകൾ, കുറേ സ്ഥാപനങ്ങളും മദ്രസകളൊക്കെ ഉണ്ടല്ലോ, അതിലൊക്കെ ഉപയോഗപ്പെടുത്തണം. അപ്പോ റെക്കോർഡുണ്ട്, ഓഫാക്കിയിട്ടില്ല. എന്താ പറഞ്ഞേ? അങ്ങനെ അത്
മീമുകാരുടെ അടുത്ത് പറയണത്. മീമുകാരുള്ളവരെയൊക്കെ വാങ്ങണുള്ളൂ. മീമ് സൗജന്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. നമ്മളാ വയനാട് ഒരു ചൂരൽമലയിൽ ഒരു പ്രശ്നം ഉണ്ടായില്ലേ, അവിടുത്തെ കുട്ടികൾക്ക് സൗജന്യമായിട്ട് ക്ലാസ് എടുത്തു. പിന്നെ പരമാവധി ഫീസൊക്കെ ലഘൂകരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങളുണ്ട് മീമില്. ഈ ബാച്ച് ക്ലാസ്സുകളിലൊക്കെ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ള നിലക്ക് ചെറിയ ഫീസൊക്കെ ആക്കിയിട്ടുള്ള പരിപാടികളാണ്. ഇൻഷാ അല്ലാഹ്. ക്ലിയർ അല്ലേ? ഉജ്റത്ത് ഫീസ്, കൂലി എന്നൊക്കെ പറയാം നമുക്ക്. ഉജ്റത്തു തഅലീമി, അവനെ പഠിപ്പിക്കുന്നതിൻ്റെ കൂലി, ഫീസ്, ഫി മാലിഹി, അവൻ്റെ മുതലിലാണ്. സുമ്മ അലാ അബീഹി, പിന്നെ അവൻ്റെ ഉപ്പയുടെ മേലാണ്, ഉപ്പൻ്റെ മുതൽ നിന്നാണ് കൊടുക്കേണ്ടത്. സുമ്മ അലാ ഉമ്മി, പിന്നെ ഉപ്പാൻ്റെ അടുത്തും ഇല്ലെങ്കിൽ ഉമ്മാൻ്റെ മേൽ.